Hey guys, welcome back to my new vlog. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇക്കോൻ്റെ ഇവൻ്റെ കൂട്ടുകാരനെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇന്ന് വൈഫൈ കുറച്ച് നേരം വൈഫൈയിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ എയർടെല്ലിൻ്റെ സിമ്മിൽ റേഞ്ചായി കിട്ടില്ല ഭാഗത്ത്. അപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് മേലെ വീട്ടിൽ പോകണമെങ്കിൽ മേലെ വീട്ടിൽ പോകണം. കുറച്ച് ഞാൻ അവിടുത്തെ തോടും കാണിച്ചത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വീടിനെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഒരു തോട്. ആ ഭാഗത്താണ് ഇവരൊക്കെ കുളിക്കുക. കുത്തി അലക്കൊക്കെ എണീക്കണില്ല, എന്താ ചെയ്യാ. ഞാൻ കുറച്ചേരം വൈഫൈ ഒക്കെ ഇതാക്കി കുറച്ചേരം റീൽസ് കണ്ടെന്ന്. ഇപ്പം മഴക്കാറുണ്ട്, എനിക്ക് വീട്ടിൽ പോകണം. ഉച്ച കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോകണം. ഉച്ച കഴിഞ്ഞ് മഴ ചെയ്യും. ഫ്രണ്ട് കടന്നുറങ്ങാണേ. ഞങ്ങളെ വിളിച്ച് അവൻ വരുന്നില്ല തോന്നണേ. ഇത് കൊക്കയൊക്കെ ഉണക്കിയിട്ട് കൊക്ക പോലും അതിനെ കൊണ്ടുപോകണില്ല തോന്നണേ. വീട്ടിൽ നിന്ന് ഒരാളെ എങ്ങനെ പറഞ്ഞേ. ആ വണ്ടി ഇറക്കാൻ പറ്റാൻ പോയിരുന്നു. 49 ആണല്ലോ ഇപ്പോൾ. 49 തന്നെ. നേരത്തെ 48 ആയിരുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ കൂടും കുറയൊക്കെ ചെയ്യുമെന്ന് പറയുന്നു. 48. എനിക്ക് 49. 1 കിലോ കുറവാ. അച്ചടി നടന്നിട്ടല്ലേ പോണേ? ഞാനും വരുന്നതാ. ചപ്പാടി കൂടെ അല്ലേ? താഴിക്കോടെയോ? പോട്ടെ ഏട്ടാ. ആ കയറ്റത്തെ കൂടെ നടക്കാൻ ടാസ്ക് കേട്ടോ. ബൈക്കിലടിച്ച് മോതി താഴേക്ക് എത്തും. എങ്ങനെ പോണ്? വണ്ടിയില്ലാത്തോണ്ട് അങ്ങനെ പോവാണ്, നടന്നു പോവാണ്. അതാ പറയാ, നടന്നു പോവാണ്. ആ പോവാണ്, വേറൊന്നുമില്ല പറയാ. മെല്ലെ പോവാ. കയറ്റം കയറിയപ്പോഴത്തേക്ക് പെട്ടിട്ടോ. കയറ്റം കയറിയപ്പോഴത്തേക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാനേ. ഫ്രണ്ടി നമ്പർ ഉണ്ടോ? നമ്പർ വേണ്ടിയില്ല. അവിടെ അവനെ പേടിപ്പിച്ചിട്ടാവും. അവനും ഇവനും പറയാത്ത ഒന്നുമില്ല. എന്നിട്ട് മെല്ലെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കുറേ ആൾക്കാരാകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും മെല്ലെ ഇറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ഫോറസ്റ്റിൻ്റെ അതും കൂടി കാണിച്ചാൽ. എന്നിട്ട് വൈകുന്നേരം ടൈം ആകുമ്പോൾ ഞാൻ പോവും. അപ്പോഴത്തേക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചാൽ. ഇവിടെ ഞങ്ങൾ അത് നീന്തി കുളിച്ച്. ഇവിടെ മറ്റേ എസ്റ്റേറ്റ് കുളമല്ലേ, സാധാ വെള്ളമടിക്കണ കുളമല്ലേ. നീ ഇവിടുത്തെ ആളൊന്നും അല്ലേ? വെറുതെ ഇത് മറ്റേ സ്പ്രിംഗ്ലർ അടിക്കാനിരിക്കും. എന്ത് സ്പ്രിംഗ്ലർ അടിക്കാൻ വേണ്ടിട്ട്? ആ അങ്ങനെ എന്തോ ആക്കാനുള്ള കുളമാണ്. അപ്പൊ അവിടെ 18 അവിടെ ഒരു ഇതുണ്ട്, എന്താ പറയാ, കളം.
കളം അവിടെ ഫുട്ബോൾ കളിക്കുക. അത് ഫുട്ബോൾ കളിച്ച് തന്നെ നെഞ്ചിന് ഒരു അടി കിട്ടി. അത് ഞാൻ എതിരായിട്ട് മറന്നിട്ടില്ല. ബോളും കൊണ്ട് പൊട്ടാക്കുന്നു. ഞാൻ ഗോൾ ചെയ്തിരുന്നു. ഒറ്റ കിട്ടി നെഞ്ചിന്. അതുകൊണ്ട് കുറേ നേരം ഇവിടെയാണ് ആ കളത്തേക്ക് ഞാൻ പറഞ്ഞത്. അവിടെ ഗ്രൗണ്ട് ഇവിടെ പച്ചക്കറി കാട്ടല്ലോ. മത്തൻ്റെ വെള്ളിലേക്ക് ഇങ്ങോട്ട് തൂങ്ങി കിടക്കണ്ടല്ലോ. ഇതിൽ കൂടെ പോയിട്ട് അങ്ങോട്ടുള്ള വഴിയുണ്ട് ഇങ്ങോട്ടുള്ള ഉണ്ട്. അതിൽ കൂടെ പോയാൽ മറ്റേ റിസോർട്ട് ആ ഭാഗത്ത് കൂടെ കയറിയിട്ട് സപ്പോർട്ടേൻ്റെ ഭാഗത്ത് കൂടെ. എൻ്റെ വലിയ തിങ്കളാഴ്ച വേറെ കളിയില്ലേ? ജെയ്സി കളിയാക്കൂല. ജെയ്സിയും കളിയാക്കൂല. തിങ്കളാഴ്ച കീപ് ലെഫ്റ്റ് കീപ് റൈറ്റ്. ലെഫ്റ്റിലേക്ക് നമുക്ക് പോവാം. റിസോർട്ടിൻ്റെ റോഡ് കൂടെ പോയിട്ട് നമുക്ക് ആയിക്കൂടെ ഇറങ്ങാന്ന് പറഞ്ഞേ. അതന്നെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇത് മറ്റേ മാംഗോസ്റ്റിൻ്റെ മരം ചെറുത്. ഇത് മറ്റേ എന്താ പറയുക, ഇതിൻ്റെ കളം. ഇതാ കളം അവിടെ. പിന്നെ അങ്ങോട്ട് പോകാണ്ട് റിസോർട്ടിക്ക്. ഇങ്ങോട്ട് കുറേ പോകാണ്ട് കുറച്ച് ഇത്തിരി പോകാനുണ്ട് റിസോർട്ട്. എവിടെ? അതാ താർപ്പായി ഇട്ടിരിക്കുന്നത്. അതന്നെ അത് നേരെ പോവാ. ഷോർട്ട് വഴി അപ്പുറത്തോട്ട് കറങ്ങണം. ഇത് ഷോർട്ടാണ് നമ്മൾ നോക്കിയത്. ഷോർട്ട് വഴി മെയിനായിട്ട് ഏതുകൂടെ അത് കൂടെ ഇതാണ് കുളത്തിലേക്കുള്ളത്. അവിടെ റിസോർട്ട്. സ്കൂട്ടി നോക്ക്. മഞ്ഞ സാധനം. മഞ്ഞ കിട്ടാണെങ്കിൽ എടുക്കണ്ട സ്കൂട്ടിയൊക്കെ. എടുക്കണം. 18 വയസ്സാണ്ട്. 18 വയസ്സോ? അത്യാവശ്യം മൈക്കിലുണ്ട്. 18 വയസ്സായി. ആ കുളത്തേക്ക് ഇറങ്ങി നോക്കണം. പൈതി ക്യാമറ ഉണ്ടോ? ക്യാമറ ആണ്. എന്താ ഇറങ്ങി നോക്കണ. നമ്മൾ നീന്തറില്ലല്ലോ. ഞങ്ങൾ പോയ സീന അന്ന് പോയല്ലേ ഞങ്ങൾ. ഇതിൽ കൂടെ പോയാൽ നമുക്ക് നീന്താം. അവിടെ എന്തോ കോളോ ബോട്ടൊക്കെ ഉണ്ട്. സാധനം കം. ഇതിൽ കൂടെ ഇങ്ങനെ പോയാൽ ചപ്പോട്ടീൻ്റെ ആ ഭാഗത്ത് പോകണം. അവിടുത്തെ കളിച്ചിട്ട് അവിടെ നമുക്ക് അതിൽക്കൂടെ നിന്നിട്ട് ഇറങ്ങാം. ചപ്പോട്ടി കൂടെ പോകണം. ഇറക്കിറങ്ങണം. ചപ്പോട്ടി കൂടെ പോവാ. ചപ്പോട്ടി കൂടെ ഉണ്ടോ? ആ ഇറക്കം തന്നെ. റിസോർട്ടിൻ്റെ ഒരു ഭാഗം കാണിച്ചുതരാം. അവിടെ ഉണ്ടോ? ആണ് റിസോർട്ടിൻ്റെ ഒരു ഭാഗം. ഗസ്റ്റുള്ള കൊണ്ട് കയറാൻ പറ്റില്ല. ഗസ്റ്റ് ഇല്ലാത്തപ്പോഴാണെങ്കിൽ കയറാം. ഗസ്റ്റ് ഇല്ലാത്തപ്പോഴോ കയറ്റുമോ? എപ്പോഴാണ് ഗസ്റ്റ് ഇല്ലാത്ത? അന്ന് തന്നെ കുറേ ആൾക്കാരല്ലേ വന്നു. ഞങ്ങൾ കയറുന്നുണ്ടല്ലോ. അന്ന് ഓട്ടോറിക്ഷയിൽ കാണണം. അന്ന് നമ്മൾ വിറക് ഇതാക്കിയില്ലേ? ഇവിടെ നിന്ന് വിറക് ഇതാക്കി ഓട്ടോറിക്ഷയിലേക്ക് ആൾക്കാർ വരണം. ആ സ്വിച്ച് ഇങ്ങനെ ഞെട്ടി പിടിക്കുമ്പോൾ സ്കോപ്പ് വരുമല്ലോ. അല്ല അതന്നെ സ്വിച്ച് വെക്കുമ്പോൾ സ്കോപ്പ് വരും. അപ്പോൾ സ്വിച്ച് നിൽക്കാതെ സ്കോപ്പ് വയ്ക്കാം. അത് നമുക്ക് ഇവന്മാരൊക്കെ കൂട്ടിട്ട് പകുതിക്ക് പോവാം. കൊടുക്കാം. കാരണം ഇപ്പോൾ കൂടെ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ പോകും. ആൾ ഗസ്റ്റ് വന്നു. ഇപ്പോൾ നേരെ പോവാം. അവിടെ നിന്ന് പോവാം. അവിടെ നിന്ന് അങ്ങനെ പോവാം. അവിടെ നിന്ന് അങ്ങോട്ടും പോവാം. കാട്ടുപോയി പറക്കും. അത് പറക്കും. കാട്ടുപോയിന് അത് ആടെ കാട്ടുപോയി. അവിടെ കാട്ടുവഴി. ഏത് സാറ്റിസ്ഫൈന് അതിൻ്റെ കളറൊക്കെ കാണാവും. പോയില്ല. അടുത്തുനിന്ന് കിട്ടുമോ വീഡിയോ എടുക്കാൻ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പറഞ്ഞു മാന് കാട്ടാടാണോ മാനാണോ അറിയില്ല. ഞാൻ കാണിച്ചില്ല. മെല്ലെ നോക്ക് പോകും. കാട്ടാടാണ്. പോയോ? അത് ഓടി. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ എന്തൊക്കെ കാണുമെന്ന് പറയാൻ പറ്റാം. നേരത്തെ കാട്ടുവഴീനെ കണ്ട്, ഇപ്പോൾ കാട്ടാടിനെ കണ്ട്. ഇപ്പം നേരത്തെ എന്നെ കടിക്കാൻ വന്ന 2 പട്ടികളും ഉണ്ട് ഇവിടെ.
ഈ അടേ കറുപ്പ് പെട്ടിയാണ് മേടിക്കുന്നത് നേരത്തെ. അതിന്റെ ഇതില് വെള്ളമുണ്ട്. പോടാ മുണങ്ങ ഇതന്നെ എനിക്ക് ഓർമ്മ ഉണ്ട്. അവിടെ ഉദയ് അവരൊക്കെ അവിടെ നോട്ടീസ് ചെയ്താണ് എന്റെ ബേക്കാല വന്നത്. ഇത് മറ്റേ ഇത് ഇവിടുത്തെ ഇന്ന് വീട്ടിൽ പോകില്ല തോന്നുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്തായാലും വീട്ടിൽ പോകണം വിചാരിച്ചപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നാളെ വരാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എല്ലാ പരിപാടി കഴിഞ്ഞിട്ട് റൂമിൽ ഇപ്പം നിൽക്കണം, വീട്ടിൽ വന്നിക്കണം. ഇനി ചോറ് കഴിക്കണം. ചോറ് കഴിച്ചിട്ട് പോകണമെന്നുണ്ട്, പോകണ്ടെന്നുണ്ട്. അമ്മ നടക്കണം നാളെ പോയാൽ നടക്കണം. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ അറിയില്ല. ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതൊന്നും പോകണില്ല. ഇപ്പോൾ നാളെ മുത്തപ്പം നമുക്ക് പോകുമെന്ന് അറിയില്ല, ഉറപ്പില്ല. നാളെ എന്താ സ്ഥിതി നോക്കിയിട്ട് നാളെ അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചോദിക്കുന്നില്ല, ഇത്രയും കൂട്ടില്ല. ഇഷ്ടപ്പെട്ട് ചോദിക്കുന്നു. നാളെ അടുത്ത ബ്ലോഗായിട്ട് അടിപൊളി ബ്ലോഗായിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ.